ഹലോ ഗൈസ്, ഞങ്ങൾ ഊട്ടിയിലെത്തിയതിന് ശേഷം രണ്ടാം ദിവസത്തെ ഞങ്ങളെ യാത്രയാണ്. രണ്ടാം ദിവസം ഞങ്ങൾ ഒരു ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങളായിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഒരു ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് പോവുകയാണ്. ആദ്യമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ പായിക്കര വാട്ടർഫാൾസ് ലേക്കൊക്കെയാണ് ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങിയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പറിയാമല്ലോ, നല്ല അത്യാവശ്യം ഊട്ടിയിലെ ക്ലൈമറ്റിൽ നല്ല തണുപ്പുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നന്നായിട്ട് വെയിലൊക്കെ ഉള്ളൊരു ഇതായിരുന്നു, ചൂടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഒരു ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് നടന്ന് വാട്ടർഫാൾസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ അവിടെ ആ ഏരിയയിലൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം എൻജോയ് ചെയ്ത് മുമ്പോട്ട് യാത്ര പോകും. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് വന്നു, ഫുഡൊക്കെ കഴിച്ച് നേരത്തെ തന്നെ ഉറങ്ങിയായിരുന്നു. കാരണം അത്യാവശ്യം ടയേർഡായിരുന്നു. എന്നിരുന്നാലും രണ്ടാമത്തെ യാത്ര വളരെ സന്തോഷകരമായിട്ട് സജീവമായിട്ട് എവിടെ ആയാലും ഒരു കുറച്ച് സമയം എടുത്ത് തന്നെ യാത്ര ചെയ്തു പോകണം. അവിടെ ഇരുന്ന് എല്ലായിടവും എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എവിടെ ആയാലും സമയമെടുത്ത് പോയി കണ്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ഒരു പ്രദേശത്തൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ കണ്ട കാഴ്ചകളും ഒക്കെയാണ് കാണുന്നത്. ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവങ്ങൾ സമ്മാനിക്കും. ചിലപ്പോൾ നമുക്ക് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും പുതിയ പുതിയ വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാനും ഒക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഓരോ യാത്രകളും സത്യം പറഞ്ഞാൽ ഒരു സജീവമായ ഓരോ അനുഭവങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ തിരക്ക് പിടിച്ച് ഒരിടത്ത് പോയി വെപ്രാളം പിടിച്ച് എല്ലായിടം പോയി കാണുക അങ്ങനെ ഒരു കാര്യമില്ല. സമാധാനമായിട്ട് പോയി കുറച്ച് സമയം എടുത്ത് തന്നെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്രാവശ്യത്തെ ഈ യാത്ര വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിച്ചു ആ യാത്ര നടത്തുകയാണ്. എന്നിരുന്നാലും വാട്ടർഫാൾസും ഒരു സ്ഥലമൊക്കെ എത്തിച്ചേരുക എന്നുള്ളതും അതിലുള്ള കാഴ്ചകൾ നല്ല ആസ്വദിക്കുക എന്നുള്ളതും ഒക്കെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളും വളരെ നന്നായിട്ട് സജീവമായിട്ട് തന്നെ നമ്മളത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതും കൂടാണ് പറയാനുള്ളത്. അപ്പോൾ ഒന്നിനും വേണ്ടി നമ്മൾ ആർക്കും കാത്തു നിൽക്കേണ്ട ആവശ്യം, നമ്മൾ പോവേണ്ട സ്ഥലങ്ങളും നമ്മളെ സന്തോഷവും സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളത് കൂടെ. അങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്താറായി. ഇവിടെ എത്താറാണെങ്കിൽ ആ നദി വരുന്ന സ്ഥലത്ത് സത്യം പറഞ്ഞാൽ അതൊരു നീല നിറമായിട്ട് തോന്നും. അടുത്ത് ചെല്ലുമ്പോൾ അത് പച്ച നിറമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സ്ഥലം. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം ആ ഒരു വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ ചിലവഴിച്ചായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു നദി വരുന്നതും ആ ഒരു എന്ത് തന്നെ ആയാലും വളരെ സന്തോഷകരമായിട്ടായ യാത്ര അവിടെ നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഒരുപാട് ആൾക്കാർ ആ സമയത്തും വരുന്നുണ്ടായിരുന്നു. പിന്നെ വെയിൽ, ചൂട് അതൊരു രക്ഷയില്ലായിരുന്നു എന്നുള്ളത് മാത്രം. അങ്ങനെ ആ യാത്രയും സജീവമായി തന്നെ നമ്മൾ നടത്താൻ സാധിച്ചു. നല്ല ഓർമ്മകളെല്ലാം നമുക്ക് ഇനി എന്തായാലും ഈ ഒരു പ്രദേശങ്ങളും എല്ലാം ഇനിയും നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെ ആയിരുന്നു. ഇങ്ങനെ യാത്രകളും പ്രത്യേകിച്ച് ഈ വാട്ടർഫാൾസൊക്കെ നമ്മൾ ചെന്ന് കാണുക എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് മാത്രമല്ല ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളത് അത് നല്ല രസമുണ്ടായിരുന്നു. ആ വാട്ടർഫാൾസ് ഈ വെള്ളം വരുന്നതും പ്രത്യേകിച്ചൊരു പറയാനാണെങ്കിൽ വളരെ സജീവമായിട്ട് തന്നെയുള്ള കാഴ്ചകൾ. പിന്നെ ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ അവിടെ നന്നായിട്ട് എടുക്കാൻ പറ്റി എന്നുള്ളത് അതും നല്ല സജീവമായി കാണുമ്പം കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ്. ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ഓരോ ഓർമ്മപ്പെടുത്തലുകൾ എന്നോളം നമുക്കതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം ഉപരി ഇനി അടുത്ത് നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പം ഈ ടൂറിസ്റ്റുകളെ പിക്ക് ചെയ്ത് കൊണ്ടാക്കുകയും വരികയും ചെയ്യുന്ന ഒരു ചെറിയൊരു വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ തന്നെ ആണ് തിരിച്ചു പോയത്. കാരണം അല്ലെങ്കിൽ സമയം കുറച്ചെടുക്കും. അങ്ങനെ അതിൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ആ ടാക്സിയുടെ അടുത്തേക്ക് ചെന്നെത്തി. അതിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. അവിടെ ആ വാട്ടർഫാൾസിൽ നിന്നാണെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അതിന്
കൊണ്ടാണ് ആ ഒരു വണ്ടി എടുത്ത് വന്നത്. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ കയറി. അങ്ങനെ ശബരീഷാണ് ഞങ്ങളെ ടാക്സി ഡ്രൈവറായിരുന്നത്. പുള്ളി തന്നെയാണ് എല്ലായിടവും നമ്മളെ കൊണ്ടുപോയി കാഴ്ചകളെല്ലാം കാണിച്ചു തന്നത്. അങ്ങനെ ഞങ്ങൾ പായ്ക്കര ലേക്ക് എത്തിയായിരുന്നു. അങ്ങനെ അവിടെ ബോട്ടിങ്ങും മറ്റുമായിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും പറയാനെന്ന് പറഞ്ഞാൽ ആ ഒരു ലേക്ക് പറയുമ്പോൾ നല്ല നീല നിറമായിട്ടാണ് തോന്നുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടെ ടിക്കറ്റ് എടുക്കുക എന്നൊക്കെ ഉള്ളതും. ഇവിടെ കുറച്ച് നേരം വളരെ എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് കാഴ്ചകളെല്ലാം കണ്ടു. ചുറ്റും പരിസരമൊക്കെ കാണുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് പുതിയൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഇനി അടുത്ത് പോവാതിരിക്കുക. അങ്ങനെ ഈ പായിക്കര ആയിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കും. പായിക്കര കഴിഞ്ഞ് ഞങ്ങൾക്ക് 9th മൈൽ ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും ഒരുപാട് മലകൾ, കുന്നുകൾ, താഴ്വാരങ്ങൾ ഇതെല്ലാം കാണാം. അവിടെ തന്നെ ഉള്ളൊരു ട്രൈബൽസിൻ്റെ ഒരു ചെറിയ ക്ഷേത്രമാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തോടന്മാരുടെ ക്ഷേത്രമായിരിക്കാനാണ് സാധ്യത. അങ്ങനെ ആ ഒരു ഏരിയയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അവിടെ ചെന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ തിരിച്ച് വരാനേ തോന്നില്ല. കാരണം ചുറ്റും നല്ല മനോഹരമായ കാഴ്ച. അത് എത്രത്തോളം ഈ വീഡിയോയിൽ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നെനിക്കറിയത്തില്ല. പക്ഷേ ചുറ്റും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നിരന്ന് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതിനൊരു ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന് തന്നെ പറയുന്നത്. വളരെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ വീഡിയോഗ്രാഫിക്കൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകം പൈസ ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി മാക്സിമം ഫോട്ടോ എടുത്തു. അങ്ങനെ എൻജോയ് ചെയ്തു. കുറച്ച് നേരം സമാധാനമായിട്ട് ഇരുന്നു. അപ്പോഴേക്കും നല്ല വെയിലൊക്കെ ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പോകണം, ഇനി ഫുഡ് കഴിക്കണം. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുക എന്നുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് ഇനി അടുത്ത ഞങ്ങൾ പോവാൻ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു ഇനി അടുത്ത എവിടെയാണ് നമുക്ക് പോവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി സജീവമായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ. അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൈൻ ഫോറസ്റ്റ് എത്തി. അപ്പോൾ അവിടെ പൈസയൊക്കെ അടച്ച് ടിക്കറ്റൊക്കെ എടുത്ത് അത് ഒരു വൈകുന്നേരത്തോടെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇനി ഫുൾ അവിടെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഈ സത്യം പറഞ്ഞാൽ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. പ്രത്യേകിച്ച് ഒരുപാട് ഈ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് നല്ല രീതിയിൽ നടത്തും. ഇവിടെ വലിയ തിരക്കെന്ന് പറയാനില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം പോയി എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അവിടെ കുതിര സവാരിയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ആ ലേക്കും പരിസരമൊക്കെ പോയി കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് എടുത്തു. വളരെ എൻജോയ് ചെയ്ത ഒരു യാത്ര തന്നെയായിരുന്നു 2ാം ദിനവും. അങ്ങനെ ആ ഒരു ഏരിയയൊക്കെ കവർ ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാരും ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പ്രത്യേകിച്ച് ഈ വെയിലധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സമാധാനമായിട്ട് ഒരിടത്ത് ഇരുന്നു അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. പ്രത്യേകിച്ച് ഈ ലേക്കൊക്കെ നല്ല രസമുണ്ട്. അതിൻ്റെ മറുവശത്താണെങ്കിൽ ശരിക്കും ഈ മഞ്ഞ പൂക്കളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അത് നല്ല ഭംഗിയുണ്ട്. അത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ആണെങ്കിൽ അത് നല്ല ഭംഗിയുള്ള ഇതാണ്. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് സിറ്റിയിലെത്തി ഫുഡൊക്കെ കഴിച്ചു മലയാളി റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും സ്നേഹവും എല്ലാം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. താങ്ക് യു ആൾ.